മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഈ നോമ്പ് കാലത്ത് ഇന്ന് നമ്മൾ വിചിന്തനത്തിന് വിഷയമാക്കുന്നത് വിവേകം എന്ന സുഹൃതത്തെക്കുറിച്ചാണ്. ഏത് സാഹചര്യത്തിലും ബുദ്ധിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും പെരുമാറുകയും ചെയ്യുന്നതിനെയാണ് വിവേകം എന്ന് പറയുന്നത്. വിവേകം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. നന്മതിന്മകളെ തിരിച്ചറിയുന്നതിനും നന്മ തിരഞ്ഞെടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യമാണ് വിവേകം. സുഭാഷിതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിൽ നിന്നുള്ള ദാനമാണ് വിവേകമെന്ന്. ദൈവത്തിൻ്റെ വിവേകത്തെക്കാൾ വലിയ വിവേകം ആർക്കുമില്ല. ഹൃദയത്തിൽ ജ്ഞാനമുള്ളവൻ വിവേകിയാണെന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നു. ജ്ഞാനവും വിവേകവും ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് അത്യാവശ്യമാണ്. സോളമൻ ദൈവത്തോട് യാചിച്ചതും അതാണ്. സഭാപ്രസംഗകന്റെ പുസ്തകം 9-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആയുധങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം എന്ന്. ഇനി ഈശോയുടെ പ്രബോധനങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാം, ഈശോയുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളും വിവേകപൂർണമായിരുന്നു എന്ന്. ക്രിസ്തുവിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവനാണ് വിവേകിയായ മനുഷ്യൻ. അവന്റെ ജീവിതം പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യമാണ് എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്നു. മണവാളൻ വരുമ്പോൾ ആവശ്യത്തിന് എണ്ണയുമായി തിരികത്തിച്ച് ഒരുങ്ങിയിരിക്കുന്ന കന്യകമാരെ പോലെയാണ് വിവേകികൾ. അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലും നാം ഇതാണ് കാണുന്നത്. അവരുടെ പ്രസംഗങ്ങളും പ്രബോധനങ്ങളും വിവേകത്തിന്റെയും ജ്ഞാനത്തിന്റെയും പ്രവൃത്തികളായിരുന്നു. അവർ ജനത്തെ ദൈവിക ജ്ഞാനത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ പുണ്യത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് നോക്കാം. അലസത കൂടാതെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ കൃത്യമായി ചെയ്യുവാൻ ഈ പുണ്യം നമ്മെ സഹായിക്കുന്നു. ഒരു വിവേകിയായ മനുഷ്യൻ തീരുമാനങ്ങൾ കൃത്യമായി എടുക്കുകയും യാതൊരു കാലതാമസം ഉണ്ടാകാതെ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയിൽ ക്രിസ്തുവുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കൂ. അഹങ്കാരത്തിൻ്റെയും കോപത്തിൻ്റെയും ജഡികതയുടെയും വികാരങ്ങൾക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിക്ക് വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കില്ല. അങ്ങനെ ശക്തമായ വികാരങ്ങളുടെ മധ്യത്തിൽ ഒരിക്കലും തീരുമാനങ്ങൾ എടുക്കരുത്. അത് വിവേകപൂർണമായിരിക്കുകയില്ല. ഈ സുഹൃതം വളർത്തിയെടുക്കുവാൻ ചില കാര്യങ്ങൾ അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമാണ്. ഒന്നാമതായി സാമാന്യബോധം, കോമൺ സെൻസ്. രണ്ടാമതായി മറ്റുള്ളവരുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സന്മനസ്, റെഡിനെസ് ടു കൺസൾട്ട് അതേഴ്സ്. മൂന്നാമതായി പറയുകയും ചെയ്യുകയും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഉറച്ച ബോധ്യം, ഡിറ്റർമിനേഷൻ. അവസാനമായി എടുത്തുചാടി കാര്യങ്ങൾ ചെയ്യാതെ അതിൻ്റെ വരും വരായികളെക്കുറിച്ച് പല പ്രാവശ്യം ചിന്തിച്ച് ദീർഘവീക്ഷണത്തോടെ ചെയ്യുക, ഫോർസൈറ്റ്. വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ യാക്കോബ് ശ്ലീഹ പറഞ്ഞു വെക്കുന്നുണ്ട്, യഥാർത്ഥ വിവേകിയും ജ്ഞാനിയുമായ മനുഷ്യൻ ആരാണെന്ന്. ശുദ്ധത, സമാധാനം, ലാളിത്യം, കരുണ എന്നീ ഗുണങ്ങളാണ് വിവേകത്തെ ധന്യമാക്കുന്നത് എന്ന് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ നോമ്പ് കാലത്ത് നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മയെ ആശ്ലേഷിക്കുന്നതിനും ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് വിവേകപൂർണമായ ഒരു ജീവിതം നയിക്കുന്നതിനുമായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.